Hello dear plus one students, welcome to Lakshya School Plus. I am Jobin KJ, your faculty for accountancy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു ഏത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ടോപ്പിക്. നമുക്കറിയാം എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ പ്ലസ് വണ്ണിലെ ബേസിക് ടേംസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ടേംസ് ആയിരുന്നു എന്ത് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പെൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ചെലവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. ഇത് രണ്ടും ഒരു മീനിങ് അല്ല ഇതിന് രണ്ടും വരുന്നത്, രണ്ടും രണ്ട് നേച്ചർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദ എക്സ്പെൻഡിച്ചർ ആർ ഇൻകേർഡ് വിത്ത് എ വ്യൂ പോയിന്റ്, ദേ വുഡ് ഗീവ് ബെനിഫിറ്റ് ടു ദ ബിസിനസ്. ബിസിനസ്സിന് എന്ത് പ്രദാനം ചെയ്യും, അത് ബിസിനസ്സിന് ഒരു ബെനിഫിറ്റ് പ്രദാനം ചെയ്യും, ബിസിനസ്സിന് ഒരു ഏർണിങ്സ് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ് എന്ത്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ മേ എക്സ്റ്റെൻഡ് up to 1 accounting year or more than 1 year. അതായത് ഈ ഒരു ബെനിഫിറ്റ് ഒരു വർഷത്തേക്കുള്ള ബെനിഫിറ്റ് ആകാം, അല്ലെങ്കിൽ ഇതെന്താ മോർ ദാൻ 1 ഇയർ ആവാം. ഒരു വർഷത്തിൽ കൂടുതൽ നൽകുന്ന ബെനിഫിറ്റ്, ഒരു വർഷത്തിലും കൂടുതൽ അതിനെന്ത് ചെയ്യും, ബെനിഫിറ്റ് നമുക്ക് റിസീവ് ചെയ്യും എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട് നമ്മൾ ചെലവാക്കുന്നത്. സോ അതാണ് റവന്യൂവും അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ എന്റർപ്രൈസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രൊഡക്ഷൻ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുവാടാ, നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും അല്ലേ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ഈ റോ മെറ്റീരിയൽസിന് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കണമെങ്കിൽ there are several process. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേജസ് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, അതുപോലെ ഇലക്ട്രിസിറ്റി പേയ്മെന്റ് നടത്തേണ്ടി വരും. there are lots of expense happening in the business organization അല്ലെങ്കിൽ or in the factory. ഫാക്ടറിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ദിനേന നടക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ ആ പ്രോസസ്സ് നടക്കുന്നത് എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ വരുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണ്, വിത്തിൻ 1 ഇയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഇല്ലേ. നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, അത് വിൽക്കുന്നു, സെയിൽ നടത്തുന്നു, നമുക്ക് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ബെനിഫിറ്റ് എന്ത് ചെയ്യും, നമുക്ക് മോർ ദാൻ 1 ഇയർ ആണ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പർച്ചേസിംഗ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഇപ്പൊ നമ്മളൊരു മെഷീനറി ഫാക്ടറിയിലേക്ക് പർച്ചേസ് ചെയ്തു, ആ മെഷീനറി പർച്ചേസ് ചെയ്താൽ നമ്മൾ ആ ഫസ്റ്റ് വർഷം മാത്രമാണോ അത് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുക, അല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് വർഷം, ചിലപ്പോൾ 5 വർഷമോ 6 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു ടെക്നോളജി അപ്ഡേറ്റഡ് ആവുന്നവരെ നമ്മൾ ഈ ഒരു മെഷീനറി വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകും. സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും പർച്ചേസിംഗ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദ ബെനിഫിറ്റ് റിസീവ് മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് ബെനിഫിറ്റ് റിസീവ് ചെയ്യുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്റ്റെൻഡ്സ് അപ് ടു 1 accounting period, ഇറ്റ് ഈസ് ടേംഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെയാണ് എന്താ പറയുക, ഒരു വർഷത്തിലാണ് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ എടുക്കാം, നമുക്ക് പറയാൻ പറ്റും സാലറിയും റെന്റും ഒക്കെ എന്താണ് നമ്മളെ റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ കം ടു ദ നെക്സ്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്റ്റെൻഡ്സ് മോർ ദാൻ 1 accounting period. ഒരു വർഷത്തിൽ കൂടുതലാണ് അതിന്റെ ബെനിഫിറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ പേയ്മെന്റ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ് ആൻഡ് ഓർ മേക്ക് അഡീഷൻസ് ഓർ എക്സ്റ്റൻഷൻസ് ഇൻ ദ ഫിക്സ്ഡ് അസറ്റ്. അതായത് നമ്മൾ
നമ്മൾ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് അതിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡീഷൻ, നമ്മൾ ഫിക്സ്ഡ് അസറ്റിന് അഡീഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടി വരുന്നത് അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും യോജിപ്പിക്കുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയാനായിട്ട് പറ്റും. സോ മെയിൻ ആയിട്ടൊരു പോയിന്റ്, ബെനിഫിറ്റ് ഒരു വർഷത്തേക്കാണെങ്കിൽ ദാറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ആണെങ്കിൽ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് നോക്കാൻ വേണ്ടി പോകുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് എന്തായാലും എക്സാമിന് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും രണ്ടാമത് ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന സംഭവമാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന്. അത് പറയാനുള്ള കാരണം എന്താ, നമ്മളിപ്പോ ഒരു പുതിയതായിട്ടൊരു മെഷീനറി ആണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് ബിസിനസിന് എന്ത് കൂട്ടും, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. അങ്ങനെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് വിൽ ഓൾസോ ഇൻക്രീസ്, എന്ത് ചെയ്യും, അത് കൂടും. നോക്കിയേ, ഇറ്റ് ഇൻഗോർ ടു മെയിൻറ്റെയിൻ ദ ഏർണിംഗ് കപ്പാസിറ്റി. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വർഷത്തിനുള്ളിലാണ് ബെനിഫിറ്റ് വരുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ. സോ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പ്രോപ്പറായിട്ട് ആ ഒരു മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മുടക്കുന്ന പൈസ, അത് ഡിപ്രിസിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ സാലറി വേജസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. സോ അങ്ങനെ നമുക്ക് ആ ഒരു റവന്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയാണ്, നമ്മൾ ചെലവാക്കുന്ന പണത്തെയാണ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻഗോർ ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ് ഫോർ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. ബിസിനസിന് വേണ്ടിയിട്ട് ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യുന്ന എക്സ്പെൻസസിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ഡേ ടു ഡേ കണ്ടക്ട് ഓഫ് ബിസിനസ്. അതായത് ബിസിനസിന്റെ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായി വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നോക്കിയേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ. അതായത് എപ്പോഴും സംഭവിക്കും. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും തുടരെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് റെക്കറിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോൺ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അത് എപ്പോഴും തുടരെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നത്. എപ്പോഴും വാങ്ങുമോ, ഇല്ല. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് എന്താണ്, റെക്കറിംഗ് ഇൻ നേച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ജനറലി റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് അത് എപ്പോഴും എന്ത് ചെയ്യും, ഹാപ്പൻ ചെയ്യും അല്ലെ, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഡിഫറൻസ് നോക്കി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റ് മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയർ. അതായത് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എത്രത്തോളം കിട്ടും, നമുക്ക് ഒരു വർഷത്തിൽ കൂടുതലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെ. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, ഒറ്റ വർഷത്തേക്ക് എന്ന് കിട്ടത്തുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ നോർമലി ബെനിഫിറ്റ്സ് 1 അക്കൗണ്ടിങ് ഇയർ. അടുത്തത് നോക്കി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് റെക്കോർഡഡ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലേക്കാണ് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോവുക. കാരണം എന്താണ്, അത് അസറ്റാണ്. അസറ്റ് എന്തിലേക്ക് പോകും, ബാലൻസ് ഷീറ്റിലേക്ക് പോകും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ അത് എന്തിലേക്കാണ് പോവുക, ബാലൻസ് ഷീറ്റിലേക്ക് പോവില്ല, മറിച്ച് അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ്, അത് ഡേ ടു ഡേ ബിസിനസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡീല് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ഇത്രയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഏർണിംഗ് കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സംഭവമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം ഡേ ടു ഡേ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് റെക്കറിംഗ് ഇൻ നേച്ചർ. നോൺ റെക്കറിംഗ് ആണ് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ തുടരെ സംഭവിക്കുന്നതാണ് എന്ത്, നമ്മളുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിൽ കൂടുതലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന്റെ ബെനിഫിറ്റ് നൽകുക. പക്ഷെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, മോർ ദാൻ 1 ഇയർ അല്ല, ലെസ് ദാൻ 1 ഇയർ ആണ്. വിത്തിൻ 1 ഇയർ ആണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. ദെൻ ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോവുക. ദെൻ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്ങോട്ടാണ് പോവുക, നമ്മളെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അതിന്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ ആയിരിക്കും. മോർ ദാൻ 1 ഇയർ ആണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ഇറക്കി. ഈ അഡ്വർടൈസ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് വർഷം മാത്രമാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക.
അല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യും, മോർ ദാൻ 1 ഇയർ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ 4 വർഷം കൊണ്ട് 5 വർഷം കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുക. നമുക്കറിയാം പണ്ട് കണ്ടപ്പോൾ ബൂസ്റ്റിന്റെ ഒക്കെ പരസ്യമൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ നമുക്ക് എന്തുണ്ട്, ആ ഒരു ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നുള്ളൊരു ടാഗ് ലൈൻ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, പതിഞ്ഞു കിടക്കുന്നുണ്ട്. സോ അതിന്റെ ജനറേറ്റ് ചെയ്യുന്നത് കുറെ വർഷങ്ങൾ എന്ത് ചെയ്യും, അത് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് തന്നുകൊണ്ടിരിക്കും. ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആക്ച്വലി അതിന്റെ എക്സ്പെൻസിന്റെ എന്ത് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല, നമുക്ക് കറണ്ട് ഇയറിൽ അതിന്റെ മൊത്തം ബെനിഫിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത് നമുക്ക് കമ്മിങ് ഇയേഴ്സിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സം എക്സ്പെൻസസ് ബിക്കം ഡിഫിക്കൽട്ട് ടു ക്ലാസിഫൈ the expenditure into revenue or capital category. നമുക്ക് രണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരഞ്ഞിരിക്കാനായിട്ട് പറ്റത്തില്ല. Revenue expenditure which are likely to give benefit for more than one accounting period are treated as deferred revenue expenditure. അതായത് ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, പക്ഷേ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും, മോർ ദാൻ 1 ഇയർ ആണ് കിട്ടുക. സോ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ എന്താണ് പറയുന്നത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് പറയുന്നത്. മോർ ദാൻ 1 ഇയറിൽ ബെനിഫിറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നോക്കിയേ റവന്യൂ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ ലൈക്ലി ടു ഗീവ് ബെനിഫിറ്റ് ഫോർ മോർ ദാൻ 1 അക്കൗണ്ടിംഗ് പീരീഡ് ആർ ട്രീറ്റഡ് ആസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വാട്ട് യു മീൻ ബൈ എക്സ്പെൻഡിച്ചർ, നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണത്തെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദെൻ വി ഡിവൈഡ്, നമ്മൾ എന്തൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി. അതിന്റെ ഡിഫറൻസുകൾ, വ്യത്യസ്തമായ ഡിഫറൻസുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അത് എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് പോയി. അതെന്താണ്, ദാറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ബട്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ 1 ഇയർ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷൻസിൽ മീറ്റ് ചെയ്യാം. നമ്മുടെ ലൈവ് സെഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്കൊരു ഫുൾ മാർക്കിലേക്ക്, നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. സോ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.